ഇനി ഇന്നത്തെ മറ്റു വാർത്തകൾ കൂടി നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണസാരഥികൾ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവിടങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കോർപ്പറേഷനുകളിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുകയാണ്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് ഞായറാഴ്ച ദിവസമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചത്. കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിലെ LDF കൌൺസിലർ VK നിഷാദും തലശ്ശേരി നഗരസഭയിലെ BJP കൌൺസിലർ U പ്രശാന്തും സത്യപ്രതിജ്ഞ ചെയ്തില്ല. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ നിഷാദും CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ U പ്രശാന്തും ജയിലിലാണ്. ഇന്നലെ കാലാവധി അവസാനിക്കാത്ത മലപ്പുറം ജില്ലയിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞ ഡിസംബർ 22, 26, ജനുവരി 1, 16 തീയതികളിൽ നടക്കും. ശരണം വിളിച്ചും ഭരണഘടന കയ്യിലേന്തിയും സത്യപ്രതിജ്ഞ ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാർ. കുന്നുകുഴി വാർഡിൽ നിന്നുള്ള UDF കൌൺസിലർ മേരി പുഷ്പമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശരണം വിളിച്ചത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മേരി പുഷ്പം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. KS ശബരിനാഥൻ, വൈഷ്ണ സുരേഷ് എന്നിവർ ഭരണഘടന കയ്യിലേന്തിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KS ശബരിനാഥൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായുള്ള വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട വൈഷ്ണ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംസ്കൃതത്തിലായിരുന്നു BJP കൌൺസിലർ കരമൻ അജിത്ത് സത്യപ്രതിജ്ഞ ചെയ്തത്. VV രാജേഷ്, R ശ്രീലേഖ തുടങ്ങിയവരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മഹാനഗരപാലികായാः സദസ്യത്വേന നിർവാചിതാः വിശ്വാസം വിധേയസ്യാമി ഇതി ഭാരതസ്യ പരമാധികാരം അഖണ്ഡതാക്ഷം പരിപാലയിഷ്യാമി ഇതി യഥാ ഭയാശങ്കാഃ മമതാ വാത്സല്യ വിദ്വേഷ വാ മിന അഹം മമ ഔദ്യോഗികാനി കർത്തവ്യാനി യഥാശക്തി യഥാവിധി വിവേചനാശക്തി അനുസരിച്ച് നിർവക്ഷ്യാമി ഇതി ഈശ്വരനാമിന സത്യപ്രതിജ്ഞ കരോമി. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട R ശ്രീലേഖ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ
ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വന്ദേ മാതരം. ആദ്യമായി അധികാരം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തി BJP. മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 26-ാം തീയതി എല്ലാം പറയാമെന്ന നിലപാടിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാത്തിരിക്കണമെന്നായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം. അതേസമയം സ്വതന്ത്രൻ നിർണായകമായ കോർപ്പറേഷനിൽ ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ കണ്ണമൂലയിൽ നിന്നുള്ള കൌൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തിട്ടില്ല. അല്ല, അത് തീരുമാനിക്കേണ്ടത് 26-ാം തീയതി അല്ലേ? അതിന് മുമ്പ് തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഡിസ്കഷൻ തുടങ്ങിയായിരുന്നു. അല്ല, ഞങ്ങളെ പാർട്ടി ഡിസ്കഷൻ എല്ലാം ഇതിന് തുടങ്ങിയിട്ടുണ്ട്. അതിന് പേടിക്കൊന്നും വേണ്ട. ജില്ലാ നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഡിസ്കഷൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു പേരുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ഡിസ്കഷൻ ചെയ്യുന്നവരെല്ലാം ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അതിലൊരു ഉറപ്പ് തരുന്നു. വളരെ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഇത് ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ഒരു നിമിഷമാണിത്. വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും വളരെയധികം അഭിമാനവും തോന്നുന്നു. ഈ മേയർ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പാർട്ടി എന്തെങ്കിലും ഒരു സൂചന നൽകിയിട്ടുണ്ടോ? കാത്തിരിക്കൂ, വ്യക്തത വരും. ആരെ പിന്തുണയ്ക്കുമെന്നതിന്റെ ഒരു സൂചനയായി കാണാൻ കഴിയുമോ? ഇല്ല, അതിങ്ങനെ ഒരു സൗഹൃദം ഇങ്ങനെ സൂചനയൊന്നുമില്ല. അതൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞെടുത്തില്ല കേട്ടോ, ഒരു മാറ്റമില്ല. ഇവിടെ വാർഡിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അത് എത്രത്തോളം ആരൊക്കെ ചെയ്തുതരും അവരോടൊപ്പം നേരത്തെ പറഞ്ഞു. അതിനകത്ത് വേറെ ഒന്നും മാറിയിട്ടില്ല. പറഞ്ഞെടുത്ത് തന്നെ. എപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം? 26 വരെ സമയം. വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളുമാണ് മേയർ സ്ഥാനത്തേക്ക് ആരെ BJP ഉയർത്തി കാണിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കൾ അടക്കം പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. അതായത് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് BJP തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാനിടയായ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്നതിന്റെ സൂചനയായി കൂടി അത് മാറുകയാണ്. പ്രകാശ് ജാവ്ദേക്കർ നമ്മളോട് പറഞ്ഞത് അഹമ്മദാബാദ് പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിൽ അധികാരത്തിലേക്ക് എത്തിയത് BJP. സമാനമാണ് കേരളത്തിലും. BJP എഴുതിത്തള്ളാനാവാത്ത ഒരു ശക്തിയാണ് കേരളത്തിലെന്ന് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരിക്കും അവരുടെ തുടർ നീക്കങ്ങൾ എന്ന കാര്യം വ്യക്തമാണ്. നിലവിൽ നമ്മൾ പറഞ്ഞു കേട്ട പേരുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VV രാജേഷിന്റെയും അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖയുടെയുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് RSS 2 പേരുകൾ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിന്, BJPയുടെ ദേശീയ നേതൃത്വത്തിന് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അവസാനമായി ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അവസാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. മാത്രവുമല്ല, ഈ സ്വതന്ത്രരുടെ പിന്തുണ ആർക്കായിരിക്കും എന്ന കാര്യവും ഏറെ നിർണായകമാണ്. ആ കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഏറുന്നുണ്ട്. എന്തായാലും അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അണിയറയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഫലം കണ്ടേക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഒരു 3 ദിവസത്തിനകത്ത് അക്കാര്യത്തിൽ കൃത്യമായൊരു ചിത്രം തെളിയും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആർ ശ്രീലേഖ. അവരുടെ ആ ചോദ്യത്തോട് അവർ കാത്തിരിക്കുമെന്ന് പറഞ്ഞതിൽ വരികൾക്കിടയിൽ തന്നെ ഒരു പ്രതീക്ഷയുടെ വാക്കുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ ആർ ശ്രീലേഖ ഉൾപ്പെടെ പങ്കുവെക്കുമ്പോൾ ഏറ്റവും പ്രധാന ഘടകമായി മാറുന്നത് ഇപ്പോൾ ജയിച്ച കൌൺസിലർമാരായിരിക്കുന്നവരിൽ ചിലരെ നിയമസഭയിലേക്ക് കൂടി BJP പരിഗണിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിയമസഭയിലേക്ക് പരിഗണിക്കാനിരിക്കുന്നവർക്ക് കൌൺസിലിൽ അത്ര തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും 3 ദിവസത്തിനകത്ത് ആരാകും തിരുവനന്തപുരം നഗരസഭയുടെ BJP നേതൃത്വം നൽകുന്ന നഗരസഭയുടെ ആദ്യ മേയർ ആരാകുമെന്ന കാര്യത്തിൽ ഒരു 3 ദിവസത്തിനകത്ത് വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി വാദിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM കൌൺസിലർ ദീപക് SP. ജനവിധി മാനിക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാവുമെന്നും ദീപക് പറഞ്ഞു. ഞങ്ങൾ 29 സീറ്റാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനാധിപത്യത്തിന്റെ വിധിയെ മാനിക്കുകയാണ്. ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏത് വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും? കാരണം നഗരം വലിയ തരത്തിൽ മാലിന്യ പ്രശ്നമടക്കം വലിയ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യം ഒരു പരിഗണന? ഞങ്ങൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ നഗരസഭ നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ എടുക്കും. അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും.
അനുഭവസമ്പന്നരും യുവമുഖങ്ങളും കൂടിച്ചേർന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF എന്ന് KS ശബരിനാഥൻ. ഏറെ പ്രതീക്ഷയോടെയാണ് കൌൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് യുവമുഖമായ വൈഷ്ണ സുരേഷും പ്രതികരിച്ചു. നല്ല മിക്സാണ് നമ്മുടെ 19 കൗൺസിലേഴ്സ്. എന്തായാലും 15 വനിതകളാണ്, നമ്മൾ പുരുഷന്മാർ 4 പേരാണ്. പക്ഷെ വളരെ സ്ട്രോങ് ആണ്. എല്ലാ പ്രദേശത്തുള്ള പ്രാതിനിധ്യമുള്ള ഈ നഗരത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള നല്ലൊരു ടീമായിട്ടാണ് UDF പോകുന്നത്. അപ്പോൾ നല്ല വിശ്വാസം നമുക്കുണ്ട്. നമ്മളിവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് തന്നെ നമ്മളിവിടെ പ്രവർത്തിക്കും. ഫസ്റ്റ് കൗൺസിലാണ്. അപ്പോൾ കന്യാംഗമാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുൻ കൗൺസിലർ ആയിരുന്നു ഷീബ ചേച്ചി. പിന്നെ ശബരിചേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, XMLA ആണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒപ്പം ഈ ഒരു കൗൺസിലിൽ ഇരിക്കാൻ പറ്റിയത്, ഇവരുടെ പിന്തുണയോട് കൂടി തന്നെ ഇരിക്കാൻ പറ്റില്ല, അത്രയും അഭിമാനമുണ്ട്.